ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുടെ ആ ഒരു വരവ് ബഹുമാനപ്പെട്ട ഫൈസി പറഞ്ഞതുപോലെ മൂപ്പരുടെ ആ ഒരു പെരുമയും കാര്യങ്ങളൊക്കെ പണ്ടേ നിലനിൽക്കുന്നതാണ് എങ്കിലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രസിഡന്റായിട്ട് വന്ന ഉടനെ തന്നെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഏത് രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ട തലപ്പത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഇസ്ലാമുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടൊരു വിഷയം വരുമ്പോ നേരെ ജിഫ്രി തങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങൾ പോലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോ അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു കീഴ്വണക്കം മാറിയിട്ട് പുതിയൊരു തരത്തിലേക്ക് ജിഫ്രി തങ്ങളിലേക്ക് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തപ്പോ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും പല ആളുകൾക്കും ഉള്ളിൽ വല്ലാത്ത ഒരു അസൂയയും കണ്ണുകടിയും ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളോടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അള്ളാഹു ഉയർത്തുന്നതാണ് ഒരാളുകളെ, നമ്മൾക്കൊന്നും അതിൽ ചെയ്യാൻ പറ്റൂല. ഒരാളുകളെ അള്ളാഹു ഉയർത്തുന്നതാണ്. അപ്പം പ്രത്യക്ഷമായിട്ട് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ എതിർക്കുക എന്ന് പറഞ്ഞാല് ഒരു കാരണവശാലും കേരളത്തിന്റെ മണ്ണിൽ ഇന്ന് നടക്കൂല. കാരണം ജിഫ്രി തങ്ങൾ എന്ന് പറഞ്ഞാല് മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല അമുസ്ലിങ്ങൾക്കിടയിൽ പോലും വല്ലാതെ സ്വാധീനം ചെലുത്തപ്പെട്ട ഒരു വ്യക്തിത്വമായിട്ട് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത്. മുസ്ലിം ഇസ്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോ മുമ്പിൽ വരുന്ന ഒരു മുഖം അത് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുടേതാണ്. ഒരു രാഷ്ട്രീയ വിഷയം വന്നാൽ പോലും യഥാർത്ഥത്തിൽ ജിഫ്രി തങ്ങൾ ഈ രാഷ്ട്രീയ വിഷയത്തിലൊന്നും ഇടപെടാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. എന്നാൽ പോലും ഈവൻ ദൃശ്യമാധ്യമങ്ങളായിക്കോട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആരും ആയിക്കോട്ടെ കേട്ടോ, UDF ആയിക്കോട്ടെ, LDF ആരായിരുന്നാലും അവരൊക്കെ ഡയറക്റ്റ് ജിഫ്രി തങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നു. അത് ആരും ഉണ്ടാക്കിയത്, നമ്മൾ ആരും ഉണ്ടാക്കിയ സംഭവമല്ല. അത് അള്ളാഹു ഒരാളെ ഉയർത്തുന്നതാണ്. നമ്മൾ എത്ര അസൂയപ്പെട്ടിട്ടും ഒരു കാര്യമില്ല. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുടെ ഈ ഒരു ഉയർച്ച. അതൊരു ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ് പറഞ്ഞതുപോലെ പണ്ടേ ആ ഒരു മേന്മയും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും പ്രത്യക്ഷമായിട്ട് ചർച്ചാ വിഷയമായിട്ട്, കാരണം ചില രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ വല്ലാതെ അവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുടെ വളർച്ച ഉണ്ടായിട്ടുണ്ട്. അതിൽ പലർക്കും കണ്ണുകടിയുണ്ട്. ഇപ്പൊ ജിഫ്രി തങ്ങളെ സംബന്ധിച്ചോളം നമുക്കറിയാം ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനയെ പേറുകയോ അവരെ അവർക്ക് വേണ്ടി ഓശാന പാടുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ആരുടെ ഭാഗത്ത് തെറ്റ് കണ്ടാലും മുഖം നോക്കാതെ അവർക്കെതിരെ ശക്തമായിട്ട് പ്രവർത്തിക്കും. അതിപ്പോ ഇടതുപക്ഷം ആയിക്കോട്ടെ, വലതുപക്ഷം ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നന്നായിട്ട് അവർക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടം പോലെ തെളിവുകൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ആരെയും അങ്ങനെ ഒരു കൂസലില്ലാതെ ഏത് കാര്യം വെട്ടിത്തുറന്ന് പറയുന്ന ഒരാള്, എല്ലാവരുടെയും ഇസ്ലാമുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോ എല്ലാ മാധ്യമങ്ങളും എല്ലാ ക്യാമറ കണ്ണുകളും ജിഫ്രി തങ്ങളിലേക്ക് തിരിയുന്നു എന്ന് പറയുമ്പോ അന്ന് വരെ ഉണ്ടായിരുന്ന ചില ആളുടെ മുഖം സ്വാഭാവികമായിട്ടും മാഞ്ഞു പോവുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു അസുഖം കാര്യങ്ങളും അതെനിക്ക് പറയാനുള്ളത്, പഴയ ആളുകളെ കുറിച്ചുള്ള അവർക്കൊക്കെ അറിയാം, അവർക്കൊക്കെ എല്ലാം അറിയാം, അവരൊക്കെ അറിയത്. പക്ഷെ ചില ആളുകൾ പുതുതായിട്ട് വന്നിട്ടുള്ള ചില കുട്ടികളും ചില ആളുകളും അവർക്ക് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ഈ കാര്യങ്ങൾ. കാരണം നമ്മളല്ലേ ചില സമുദായ പാർട്ടിന്റെ നേതാവ്, നമ്മളെ എന്താരും വിളിക്കാത്ത, നമ്മളോട് എന്താരും ചോദിക്കാത്ത, എല്ലാം മൂപ്പരോട് ചോദിക്കുന്ന മൂപ്പരോട് മറുപടി പറയുന്നൊക്കെയുള്ള ചില വിഷയങ്ങൾ പലർക്കും വരുന്നുണ്ട്. പക്ഷെ ആർക്കും പ്രത്യക്ഷമായിട്ട് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ എതിർക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താക്കുന്നു, ആ ജിഫ്രി തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയിലെ ഏതെങ്കിലും താഴേക്കടയിലുള്ള അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു മുഷാവറ മെമ്പറെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു മുൻപന്തിയിൽ നിന്നുകൊണ്ട് ആദർശം വെട്ടിത്തുറന്നു പറയുന്ന ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ഉസ്താദിനെ പോലെയുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്ത് അതായത് ഡയറക്റ്റ് ജിഫ്രി യഥാർത്ഥത്തിൽ അവരുടെയൊക്കെ എതിരാളിയായിട്ടുള്ള അവർക്കൊക്കെ ഇല്ലാതാക്കേണ്ടത് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെയാണ്. പക്ഷെ ഡയറക്റ്റ് പോയാൽ പണി കിട്ടും എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തില് ഒളിയമ്പുകൾ ചെയ്തുകൊണ്ട് സമസ്തയിൽപ്പെട്ട ചില നേതാക്കളെ അല്ലെങ്കിൽ ഇനി ജില്ലാ തലത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില നേതാക്കളെ പിടിച്ചുകൊണ്ട് അവർക്കെതിരെ അവരുടെ എല്ലാ ദേഷ്യങ്ങളും വൈരാഗ്യങ്ങളും തീർക്കുന്ന ഒരു കാര്യം നമ്മൾ ഈ സമകാലികമായിട്ട് നമ്മളിപ്പം ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് കണ്ടുവരുന്നതാണ്. ഒരുപാട് സമസ്തയുടെ മക്കൾ ക്ഷമിച്ചിട്ടുണ്ട്, സഹിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ക്ഷമക്കും ഒരു അതിരുണ്ട്. അവർ വല്ലാതെ ക്ഷമിക്കുന്നുണ്ട്. പക്ഷെ ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ
ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുലമക്കോ അതിന്റെ പ്രവർത്തകർക്കോ യാതൊരുവിധ നഷ്ടവും ഉണ്ടാവില്ല. കാരണം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുലമ അത് ഉഖ്റവിയായ സംഘടനയാണ്. അത് അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന, നിഷ്കളങ്കമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ സംഘടനയാണ്. അവർ ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ അവരെ നമ്മൾ അങ്ങനെ അയക്കളിയും ഇങ്ങനെ അയക്കളിയും. ഇപ്പൊ ഞാൻ അടുത്ത കാലം സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിഞ്ഞു, ഇനി സമസ്തന്റെ ചില ആളുകൾ പിരിവിനൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം, അവർക്ക് പിരിവ് കൊടുക്കണ്ട, ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, സമസ്തനെ മാത്രം വല്ലാതെ സ്നേഹിക്കുന്ന ആളുകളെ സ്ഥാപനത്തിൽ കയറ്റണ്ട എന്നൊക്കെ രീതിയിലുള്ള പലതരത്തിലുള്ള അബദ്ധജടിലമായ പോസ്റ്റുകൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഇടയിൽ നിന്ന് കാണാൻ കഴിഞ്ഞു. അത്തരത്തിലുള്ള ഉമ്മാക്കികൾ കാണിച്ചിട്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പ്രവർത്തകരെയോ അവരുടെ നേതാക്കളെയോ നിങ്ങൾ പീഡിപ്പിക്കാൻ ശ്രമിക്കരുത്. കാരണം അവർ ദുനിയാവ് കണ്ടിട്ടല്ല, അവർ ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള ഭീഷണികൾ വീഴുന്നവരുമല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ഇത്തരത്തിലുള്ള തീക്കൊള്ളിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതിനോട് കൂടെ ചോദിക്കാനുള്ള ഒരു ചോദ്യം, അതായത് ഇവിടെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മീഡിയകൾ വല്ലാതെ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു ഒരു വാഫി പറഞ്ഞ കാര്യം. അതായത് ഈ CIC-നെ മാറ്റി നിർത്തിയപ്പോൾ ഈ വാഫി സമസ്തയുടെ പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞതാണ് ചുവപ്പൻ മൗലാനമാർ എന്ന്. ആ ചുവപ്പൻ മൗലാനമാർ എന്ന് പറഞ്ഞത് ജിഫ്രി തങ്ങളടക്കമുള്ള സമസ്ത മുഷാവറയിലെ ഉന്നതരായ പണ്ഡിതന്മാരെയാണ് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ, അതായത് ലീഗിനെതിരാണ് ജിഫ്രി തങ്ങളെന്നും ചുവപ്പിന് അനുകൂലമാണ്, അല്ലെങ്കിൽ ചുവപ്പുവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്, ഇങ്ങനൊരു നരേഷൻ ഇവർ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് ആരുടെ അജണ്ടയാണ്, അതിൻ്റെ പിന്നിൽ ആരാണ്? അതുപോലെ ഇത് ചിലപ്പോൾ സാധാരണ ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല എങ്കിലും ആ കമൻറ്റുകൾ നമുക്ക് ഒരുപാട് പ്രവർത്തകന്മാർ ഈ വിഷയത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഒരുപാട് കമൻറ്റുകൾ നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. ലീഗിന്റെ നേതാക്കൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. ലീഗിന്റെ ചില നേതാക്കളും, അതായത് അറിയപ്പെടാത്ത രീതിയിൽ ഒരു മൂലക്കായി പോയിട്ടുള്ള ചില നേതാക്കൾ, എനിക്ക് പറയാൻ പേടിയില്ല. കാരണം ലീഗ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് അഭിസംബോധന ചെയ്യാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ലീഗ് എന്ന് പറയുമ്പോൾ അതിൽ ഞാനും വിട്ടു, എന്റെ കുടുംബവും വിട്ടു. കാരണം നമ്മൾ കുടുംബപരമായിട്ട് ലീഗുകാരാണ്. അപ്പൊ ലീഗ് എന്ന് എനിക്ക് പറയാൻ ആഗ്രഹമില്ല. ചില സ്ഥാനമാനം ആഗ്രഹിക്കുന്ന, ലീഗ് തന്നെ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, കാരണം ലീഗിനെതിരെ ശക്തമായിട്ട് തന്റെ ജീവിതത്തിന്റെ സിംഹഭാഗം പോലും പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തിനെതിരെയൊക്കെ ശക്തമായിട്ട് പ്രവർത്തിച്ചിട്ട ആളുകളാണ് ഇന്ന് ലീഗിന്റെ തലപ്പത്തിരിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകളൊക്കെ ചില സമയത്ത് പ്രത്യക്ഷമായിട്ട് സമസ്തക്കെതിരെ തിരിയാൻ വന്നപ്പോ അവർക്ക് കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്തത് കൊണ്ട് അവർക്ക് ഇന്ന് മിണ്ടാതിരിക്കുന്നത്. തീരെ പക്വതയില്ലാത്ത ആളുകളാണ് ഇന്ന് ലീഗിന്റെ തലപ്പത്ത് ഇരിക്കുന്നത്. അത് ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കൈകാര്യം ചെയ്താൽ അവർക്ക് നല്ലത്. കാരണം ഞാൻ സംസാരിച്ച ഒരുപാട് ലീഗിന്റെ നേതാക്കളും പ്രവർത്തകരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർക്ക് പോലും പറയാൻ കഴിഞ്ഞിട്ട് അവർക്ക് പോലും യോജിപ്പില്ല എന്നാണ്. ഇന്നത്തെ ലീഗിന്റെ തലപ്പത്തിരിക്കുന്ന ചില ആളുകളുടെ നിലപാടുകളും പക്വതയില്ലായ്മയും അതിനോട് എനിക്ക് തോന്നുന്ന ഭൂരിപക്ഷം ലീഗുകാർക്ക് പോലും യോജിപ്പില്ല. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ജിഫ്രി തങ്ങളെ അടക്കം, പക്ഷെ പ്രത്യക്ഷമായിട്ട് ജിഫ്രി തങ്ങൾ എന്നൊരു വാക്ക് അവർ ഇന്നുവരെ ഉപയോഗിച്ചിട്ടില്ല. പണ്ട് കാലത്ത് ഫേസ്ബുക്കിലൊക്കെ ചില ഊമക്കത്തുകൾ പോലെ വ്യക്തമായ അഡ്രസ്സും പേരൊന്നും ഇല്ലാത്ത രീതിയിൽ ജിഫ്രി തങ്ങൾക്കെതിരെ ചില കമന്റുകളും പോസ്റ്റുകളൊക്കെ കണ്ടു എങ്കിലും പ്രത്യക്ഷമായിട്ട് ജിഫ്രി തങ്ങൾക്കെതിരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പറയാറില്ല. പക്ഷെ അവരൊക്കെ ടാർഗറ്റ് ജിഫ്രി തങ്ങൾ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ്, അതുപോലെ ഹമീദ് ഫൈസി ഉസ്താദ്, സത്താർ സാഹിബ്, ഇതുപോലെയുള്ള ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാലേ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അവർക്ക് സമസ്തയോട് ഒരു അകൽച്ച, അല്ലെങ്കിൽ ഞങ്ങളൊരു നാലാൾ അറിയപ്പെടണം. അപ്പൊ ഇന്നലെ ഇപ്പോ ഫൈസി ഉസ്താദ് ഞാനൊരു പോസ്റ്റ് കണ്ടു, ഒരു MSF നേതാവിന്റെ ഒരു പോസ്റ്റ് ഉണ്ട്. ആ ചങ്ങാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം. ഞാൻ പറയാലോ, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം. അപ്പൊ ഇത്തരത്തിലുള്ള ചില ആളുകൾ സ്വയം അറിയപ്പെടാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഉണ്ടല്ലോ, കുത്തസിദ്ധിയിൽ കൂടി അറിയപ്പെടാൻ വേണ്ടിയിട്ട് അവർ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ നേതാക്കളെ, മുഷാവറ അംഗങ്ങളെ, ചിലരൊക്കെ പറയാണ് അത് മൂപ്പർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മൂപ്പർ മുഷാവറയിൽ നിന്ന് മാറ്റണം. ഇതെന്താ നിങ്ങൾ ലീഗിന്റെ പഞ്ചായത്ത് മെമ്പറാ, അല്ല പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങൾ പറയുമ്പോൾ മാറ്റാൻ വേണ്ടിയിട്ട്?
ഇത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമ അള്ളാഹുവിന്റെ ദീനാണ്. ആ സമസ്ത കേരള ജമിയത്തുലമയുടെ മുഷാവറ അംഗങ്ങളെ മാറ്റണോ മാറ്റണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ രാഷ്ട്രീയക്കാരല്ല, നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിന്റെ പരിപാടിയല്ല. ഇത് അള്ളാഹുവിന്റെ ദീനാണ്. നിങ്ങൾ കളിക്കുമ്പോൾ ശ്രദ്ധിച്ച് കളിക്കണം, സൂക്ഷിച്ച് കളിക്കണം. ആക്കിപത്ത് ചീത്തയായി പോവും. നിങ്ങള് ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുപ്രസിദ്ധിയിൽ കൂടി നാലാളെ അറിയാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമയോട് കളിക്കുമ്പോ 1000 വട്ടം നിങ്ങൾ ആലോചിക്കണം. ഞങ്ങളൊക്കെ ഈ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നത് നിങ്ങളെ പോലെ സ്ഥാനമാനങ്ങൾ കിട്ടാനോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനോ അല്ല, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ്. നാളെ മരണപ്പെട്ടാൽ ഈ പറയപ്പെടുന്ന സംഘടനയുടെ എല്ലാ ആളുകളും ഒരു ഫാത്തിഹെങ്കിലും ഓതും, അവരൊരു മയ്യിദ് നിസ്കരിക്കും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്. ചില ആളുകൾ ഇങ്ങനെ മറ്റൊരു നരേഷൻ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അതായത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നതിന് ശേഷമാണ് ഇവിടെ പ്രശ്നങ്ങൾ രൂക്ഷമായത് എന്ന് ചില ആളുകൾ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ പറയുന്നതിനോട് എങ്ങനെ പ്രതികരിക്കാൻ കഴിയും? ഫൈസി, ഇവിടെ ബഹുമാനപ്പെട്ട ARCKP സംസാരിച്ച കൂട്ടത്തില് അതില് ജിഫ്രി